ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെനസ്ട്രൽ സൈക്കിളാണ്. എന്താണ് മെനസ്ട്രൽ സൈക്കിൾ? ഇറ്റ് ഈസ് ദ cyclic events in female reproductive system starting from one menstruation till the next during the reproductive period. ഇതാണ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡെഫിനിഷൻ. ഒന്നുകൂടെ പറയാം, ഇറ്റ് ഇസ് എ cyclic events in female reproductive system starting from one menstruation till the next during reproductive period. അതായത് ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് പീരീഡിൽ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള പീരീഡിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സൈക്ലിക്കായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻസാണ് മെനസ്ട്രൽ സൈക്കിൾ. ഇപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ദ മെനസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ദ മെനസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 അല്ലെങ്കിൽ 29 ദിവസമാണ്. ആ ഡ്യൂറേഷൻ ഓഫ് ദ മെനസ്ട്രൽ സൈക്കിൾ ഈസ് 28 or 29 days ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലൂണാർ മന്ത് അല്ലെങ്കിൽ ചന്ദ്രമാസം എന്നൊക്കെ പറയുന്നത്. ഈ മെനസ്ട്രൽ സൈക്കിളിന് അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിന് 4 ഫേസസ് ഉണ്ട്, 4 phases. ഒന്നാമത്തേതാണ് മെനസ്ട്രൽ ഫേസ്. അത് 5 ദിവസം വരെ ആണ് അത് നിലനിൽക്കുന്നത്, 3 ദിവസം മുതൽ 5 ദിവസം വരെ. 2 പ്രീ ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ്. 3 പേര് ഓർത്ത് നോക്കാം: പ്രീ ഓവുലേറ്ററി ഫേസ്, ഓർ ഫോളിക്കുലർ ഫേസ്, ഓർ പ്രോലിഫറേറ്റീവ് ഫേസ്. ഇത് 6-ാമത്തെ ദിവസം മുതൽ, മെൻസ്ട്രേഷൻ തുടങ്ങി 6-ാമത്തെ ദിവസം മുതൽ 13-ാമത്തെ ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു പീരീഡ്. ഇത് നോക്കും 3-ാമത്തേത് ഓവുലേറ്ററി ഫേസാണ്. ഇത് നോക്കും 14-ാമത്തെ ഡേയിലാണ്, മെൻസ്ട്രേഷൻ തുടങ്ങി 14-ാമത്തെ ദിവസം. ലാസ്റ്റ് നോക്കൂ, പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് ഓർ ലൂട്ടിയൽ ഫേസ് ഓർ സെക്രട്ടറി ഫേസ്. 3 പേരുണ്ട്: പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ് ഓർ സെക്രട്ടറി ഫേസ്. ഇത് 15-ാമത്തെ ദിവസം മുതൽ 28-ാമത്തെ ദിവസം വരെയാണ് ഇതിൻ്റെ പീരീഡ്. അപ്പോൾ മെനസ്ട്രൽ സൈക്കിൾ നമുക്ക് എന്ത് ചെയ്യാം? 4 ഫേസസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 മെനസ്ട്രൽ ഫേസ്, 2 ഫോളിക്കുലർ ഫേസ്, 3 ഓവുലേറ്ററി ഫേസ്, 4 ലൂട്ടിയൽ ഫേസ്. അങ്ങനെ 4. ഒന്നുകൂടെ പറയാം: മെനസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ് ആൻഡ് ലൂട്ടിയൽ ഫേസ്. ഇപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഈ മെനസ്ട്രൽ ഫേസിൽ ഇത് ലാസ്റ്റ് ഫോർ 3 to 5 days ആണ്. 5 ദിവസം വരെയാണ് മാക്സിമം ഇത് നിലനിൽക്കുന്നത്. അതേപോലെ ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്, അതായത് നമുക്കറിയാം ഓവുലേഷൻ സമയത്ത് ഓവം റിലീസ് ചെയ്യുന്നത് ഫെർട്ടിലൈസ് ചെയ്തില്ല എങ്കിലാണ് ഈ ഒരു ഫേസ് നടക്കുന്നത്. അപ്പോൾ ഓവം ഫെർട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ the endometrial lining of the uterus wall
അതായത് എൻഡോമെട്രിയൽ ലൈനിങ്, യൂട്രസ് വാളിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് എന്തോ സംഭവിക്കും, ഇത് ഡീജനറേറ്റ് ചെയ്യും. അതേപോലെ അതിലുള്ള ബ്ലഡ് വെസൽസുകൾ റപ്ചർ ചെയ്യും. ഈ രണ്ട് പ്രോസസ്സുകൾ നടക്കുന്നു എപ്പോഴാണ്? ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്, endometrial lining of the uterus wall degenerates and the blood vessels rupture. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ദ ബ്ലഡ്, ഡീജനറേറ്റഡ് എൻഡോമെട്രിയൽ സെൽസ്, അതേപോലെ തന്നെ അവിടെയുള്ള സെക്രീറ്ററി പ്രോഡക്ട്സുകൾ എല്ലാം തന്നെ ഡിസ്ചാർജ്ഡ് ത്രൂ വജൈനൽ ഓപ്പണിംഗ്. This process is called menstruation or menses. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, മെൻസ്ട്രൽ ഫേസ് ലാസ്റ്റ് ചെയ്യുന്നത് 3 to 5 daysലാണ്. പിന്നെ നമുക്കുള്ളത് 2 പോയിൻ്റാണ്. അതിൽ ഒന്ന്, ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്, ദ എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് ദ യൂട്രസ് വാൾ ഡീജനറേറ്റ്സ് ആൻഡ് ദ ബ്ലഡ് വെസൽസ് റപ്ചർ. As a result, the blood and the degenerated endometrial cells, secretory products, are discharged through vaginal opening. This process is called menstruation or menses. പിന്നെയുള്ളത് രണ്ടാമത്തെ ഫേസാണ്. ഏതാണ്? ഫോളിക്കുലർ ഫേസ്. ഫോളിക്കുലർ ഫേസ് അതിന് വേറെ പേരുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മെയിൻലി ഫോളിക്കുലർ ഫേസ് എന്ന് ഇപ്പോൾ ഓർക്കുക, ഫോളിക്കുലർ ഫേസ്. ഇപ്പോൾ ഈ ഫോളിക്കുലർ ഫേസിൽ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ദിസ് ബിഗിൻസ് ഫ്രം ദ 5th day ആഫ്റ്റർ മെൻസ്ട്രേഷൻ. ഇത് തുടങ്ങുന്നത് 5ാമത്തെ ദിവസം മുതലാണ്. ആൻഡ് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ 12 to 13 days ഓഫ് ദ സൈക്കിൾ. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം 13ാമത്തെ ദിവസത്തിലാണ്. ഇനി എന്താണ് ഈ ഫേസിൽ നടക്കുന്ന മാറ്റങ്ങൾ? ഡ്യൂറിങ് ദിസ് ഫേസ്, ഒന്ന്, സെക്രീഷൻ ഓഫ് ദ ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ദ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് LH and FSH. ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇൻക്രീസസ് ഗ്രാജുവലി. വളരെ പതുക്കെ ഈ 2 ഹോർമോൺസിൻ്റെയും ലെവല് കൂടാൻ തുടങ്ങും. നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. പതുക്കെ 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 ഇത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ LH ഹോർമോണും FSH ഹോർമോണും നമുക്ക് പതുക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഏത് ഫേസിൽ? ഫോളിക്കുലർ ഫേസിൽ. ഈ ഫോളിക്കുലർ ഫേസ്, ഇപ്പോൾ ഈ ഫോളിക്കുലർ ഫേസിൽ ലെവല് പതുക്കെ ഇൻക്രീസ് ചെയ്ത് വരുന്നതായി നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കിയാൽ കാണാം. അപ്പം അതിൻ്റെ ഫലമായിട്ട് നോക്കൂ, ഈ ഫോളിക്കിൾ സെല്ലുകൾ, ഓവോറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെറഷ്യറി ഫോളിക്കിൾ, അങ്ങനെ ഫൈനലി ഗ്രഫൈൻ ഫോളിക്കുലർ സ്റ്റേജിലേക്ക് എത്തും. ഈ ഹോർമോൺസിൻ്റെ പ്രസൻസ് കൊണ്ട്. അപ്പോൾ ഈ ഗ്രഫൈൻ ഫോളിക്കുലർ സെല്ല് അല്ലെങ്കിൽ ആ ഫോളിക്കുലർ സെൽസ് ദേ സെക്രീറ്റ് ദ ഫീമെയിൽ ഹോർമോൺ, നെയ്മിലി ഏതാണ്? ഈസ്ട്രജൻ. ഓവറിയൻ ഹോർമോൺ അല്ലെങ്കിൽ ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജൻ ഈ ഗ്രഫൈൻ ഫോളിക്കിള് പ്രൊഡ്യൂസ് ചെയ്യും. അതുമൂലം എന്ത് ചെയ്യും? ഇതിൽ നോക്കൂ, എൻഡോമെട്രിയം എന്ന് വെച്ചാൽ എന്താണ്? ഇന്നർമോസ്റ്റ് ലൈനിങ് ഓഫ് ദ യൂട്രസ് ആണ്. അത് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്യും. പിന്നെയാണ് ഫോളിക്കുലർ ഫേസിൽ നടക്കുന്ന പ്രോസസ്സ്. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ദിസ് begins from the 5th day after menstruation and is completed within 12 to 13 days of the cycle. And during this phase, the secretion of LH and FSH by the anterior pituitary increases gradually, and they stimulate the ovarian follicular cells
of one of the ovaries to develop into graphene follicular cell. And this graphene follicular cell brings about oogenesis and endocrinal activity of the ovary. And the follicular cell secrete the female hormone estrogen that stimulate the further growth of the endometrium. ഇനി മൂന്നാമത്തെ ഫേസ് ഏതാണ്? ഇത് ഏകദേശം 14-ാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ഫേസ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഫേസിനെ നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്നാണ് പറയുന്നത്. ഓവുലേറ്ററി ഫേസ് അതിപ്പോൾ എഴുതിയിട്ടില്ല, ഓവുലേറ്ററി ഫേസ് ആണ്. അപ്പോൾ ഈ ഓവുലേറ്ററി ഫേസ് നടക്കുന്നത് 14th day ആഫ്റ്റർ മെൻസ്ട്രേഷൻ ആണ്, 14-ാമത്തെ ദിവസം. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? സെക്രീഷൻ ഓഫ് ദ ലൂട്ടിനൈസിങ് ഹോർമോൺ അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്തും. കണ്ട, മാക്സിമം ലെവലിലേക്ക് വരും. അതിൻ്റെ 14-ാമത്തെ ദിവസം മാക്സിമം ലെവലായിരിക്കും LH. അതിന് നമ്മളൊരു വാക്ക് പറയുന്നത് LH സർജ്, SURGE. മാക്സിമം ലെവലിലെത്തുന്ന ആ അവസ്ഥയെ നമ്മൾ LH സർജ് എന്നാണ് പറയുന്നത്. ഈ LH സർജ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ മെച്യൂർ ഗ്രാഫീൻ ഫോളിക്കുലർ സെല്ലിൽ നിന്ന് ഈ ഓവത്തിനെ റിലീസ് ചെയ്യിപ്പിക്കും. കണ്ടോ, ഓവൻ റിലീസ് ചെയ്തത് ആ പ്രോസസ്സിനെ നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഈ LHൻ്റെ ജോലി. എന്താണ്? ദിസ് LH സ്റ്റിമുലേറ്റ്സ് the rupture of the graphene follicle and release of the mature ovum, and this process is called ovulation. അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് അന്തർവിസർജനം. അങ്ങനെയുള്ള ഈ ഓവം remains alive and functional for 24 hours. 24 മണിക്കൂർ ഇത് അലൈവായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഫേസാണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ്. ഈ ഫേസിൽ എന്താ നടക്കുന്നത്? ഈ ഓവുലേഷൻ നടന്നതിന് ശേഷം ബാക്കിയുള്ള ഗ്രാഫീൻ ഫോളിക്കുലർ സെൽസുകൾ കൺവേർട്ട് ചെയ്ത് ഒരു യെല്ലോ കളേർഡ് എൻഡോക്രൈൻ മാസ് ആയിട്ട് മാറും. എൻഡോക്രൈൻ മാസ്, അതായത് ഹോർമോൺ സെക്രേറ്റിംഗ് പാർട്ടായി മാറും. അതിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുന്നത്. കോർപ്പസ് ലൂട്ടിയം, LUTEUM. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോണാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഈ എൻഡോമെട്രിയൽ ലൈനിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യൂട്രസിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയറിൽ കുഞ്ഞിനെ റിസീവ് ചെയ്യാനുള്ള എൻഡോമെട്രിയൽ ലെയേഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. ഇത് നടക്കുന്നത് എപ്പോഴാണ്? ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ. അപ്പോൾ അതാണ് ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ഫേസിൽ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഗ്രാഫീൻ ഫോളിക്കിൾസ് ട്രാൻസ്ഫോംസ് ഇൻ ടു കോർപ്പസ് ലൂട്ടിയം, and that secretes large amount of progesterone, which is essential for the maintenance of endometrial lining. അപ്പോൾ if the fertilization does not occur, നടന്നില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കോർപ്പസ് ലൂട്ടിയം ഇല്ലേ, ഡെവലപ്പ് ചെയ്ത കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? റിഗ്രസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചുരുങ്ങും. അപ്പോൾ ആ റിസൾട്ട് പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ എന്ത് ചെയ്യും? പ്രൊജസ്ട്രോണിൻ്റെ ലെവല് താഴും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ലൂട്ടിയൽ ഫേസിൽ ഇറ്റ് ലാസ്റ്റ് ഫോർ 14 days ആഫ്റ്റർ ഓവുലേഷൻ, ആൻഡ് ആഫ്റ്റർ ദ റിലീസ് ഓഫ് ഓവം the remaining part of the graphene follicle cells form a yellow body called the corpus luteum, and this corpus luteum they secrete the hormone progesterone, and this progesterone inhibit the maturation of other follicles into graphene follicles, and then it further inhibits or it further the growth of the endometrium നടക്കുന്നു. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഹോർമോനെ സെക്രറ്റ് ചെയ്യുന്നു. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് ഇൻഹിബിറ്റ് ദ മെച്ചുറേഷൻ ഓഫ് ഗ്രാഫീൻ ഫോളിക്കിൾ, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഗ്രോത്ത് ഓഫ് ദി എൻഡോമെട്രിയം നടക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്.
അപ്പോൾ ഈ എൻഡോമെട്രിയം ഫോം ചെയ്തു, അല്ലെങ്കിൽ ഫർദറായിട്ട് ഗ്രോ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇംപ്ലാന്റേഷന് വേണ്ടി റെഡിയായി ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം. അതേപോലെ അതർ ഇവൻറ്റ്സ് ഓഫ് പ്രഗ്നൻസി നടക്കുന്നു. ഇങ്ങനെ പ്രഗ്നൻസി നടക്കുകയാണെങ്കിൽ ഓൾ ദി ഇവൻറ്റ്സ് ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ആകുന്നു ആൻഡ് ദർ ഇസ് നോ മെൻസ്ട്രേഷൻ. അപ്പോൾ പ്രഗ്നൻസി നടക്കുന്നുവെങ്കിൽ മെൻസ്ട്രേഷൻ നടക്കത്തില്ല. പക്ഷേ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷനിൽ എന്ത് ചെയ്യുന്നു? ദിസ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും ആൻഡ് ദിസ് കോസസ് എന്ത് ചെയ്യും? ഈ എൻഡോമെട്രിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഫലമായിട്ട് മെൻസ്ട്രേഷൻ നടക്കും ആൻഡ് മാർക്കിംഗ് എ ന്യൂ സൈക്കിൾ. അവിടെ പുതിയ സൈക്കിൾ തുടങ്ങും, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസ് നെക്സ്റ്റ് സൈക്കിളിൻ്റെ മെൻസ്ട്രൽ ഫേസ് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അതേപോലെ ഹ്യൂമൻ ബീയിങ്സിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ സീസസ് അറൗണ്ട് 50 years ഓഫ് ഏജ്. 50 വയസ്സ് ഏകദേശം പൂർത്തിയാകുമ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും, സീസൺ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് മെനോപോസ്. MENOPAUS, മെനോപോസ് എന്നാണ് പറയുന്നത്. അതേപോലെ എന്താണ് ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് മെൻസ്ട്രേഷൻ അറ്റ് പ്യൂബർട്ടി എന്ന് നമ്മളുടെ പേര് പറയും. ലേർക്കുള്ള മെനാർക്ക്, MENARCH, മെനാർക്ക്. അപ്പോൾ 4 ഫേസും മനസ്സിലായല്ലോ. 1 മെൻസ്ട്രൽ ഫേസ്, 2 ഫോളിക്കുലർ ഫേസ്, 3 ഓവുലേറ്ററി ഫേസ്, 4 ലൂട്ടിയൽ ഫേസ്. ആ മെൻസ്ട്രൽ ഫേസിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ആദ്യത്തെ 5 ദിവസമാണ്, 3 മുതൽ 5 ദിവസം വരെയാണ് അത് ലാസ്റ്റ് ചെയ്യുന്നത്. അവിടെ എന്ത് നടക്കുന്നു? എൻഡോമെട്രിയം ഫെയിൽസ് ടു ബി മെയിൻറ്റെയിൻഡ് and unfertilized ovum along with a ruptured endometrium and blood vessel എന്ത് ചെയ്യുന്നു? go out through the vaginal opening, and this process is called menstruation. അതേപോലെ രണ്ടാമത്തേതാണ് ഫോളിക്കുലർ ഫേസ്. അതെങ്ങനെയാണ്? ദേ ബിഗിൻസ് ഫ്രം ദ 5th day ആഫ്റ്റർ മെൻസ്ട്രേഷൻ ആൻഡ് ഇസ് കംപ്ലീറ്റഡ് വിത്തിൻ 12 to 13 days ഓഫ് ദ സൈക്കിൾ. ഈ ഫേസിൽ സെക്രീഷൻ ഓഫ് ദി LH ആൻഡ് FSH ബൈ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ് ഗ്രാജുവലി ആൻഡ് ദേ സ്റ്റിമുലേറ്റ് ദി ovarian follicle of one of the ovaries to develop into Raphael follicle, and this Raphael follicle എന്ത് ചെയ്യുന്നു? They secrete the female hormone estrogen and that stimulate the growth of the endometrium നടക്കുന്നു. പിന്നെ ഉള്ളത് ഓവുലേറ്ററി ഫേസാണ്. ഓവുലേറ്ററി ഫേസ് ഹാപ്പൻസ് ഓൺ ദ 14th day ആഫ്റ്റർ മെൻസ്ട്രേഷൻ. അവിടെ നടക്കുന്നത് എന്താണ്? റാപ്പിഡ് സെക്രീഷൻ ഓഫ് ദി LH നടക്കുന്നു. that may lead to its maximum level and they are called LH surge. This luteinizing hormone എന്ത് ചെയ്യുന്നു? They stimulate the rupture of the Raphael follicle and release of the mature ovum, and this process is called ovulation. And this ovum എന്ത് ചെയ്യുന്നു? They remain alive and functional for 24 hours. Then last one on luteal phase അല്ലെങ്കിൽ secretory phase, and last 14 days after ovulation. Ovulation കഴിഞ്ഞ് 14 ദിവസം വരെയാണ് അത് ഉള്ളത്. After the release of the ovum, എന്ത് ചെയ്യുന്നു? The remaining part of the Raphael follicle cells form a yellow body called corpus luteum, which is endocrine in function. And this corpus luteum secretes progesterone hormone, and this hormone എന്ത് ചെയ്യുന്നു? They inhibit the maturation of the other follicles into Raphael follicle. And എന്ത് ചെയ്യുന്നു? further growth of the endometrium നടക്കുന്നു. And such endometrium is necessary for implantation of the fertilized ovum and other events of the pregnancy ആവശ്യമാണ്. And during the pregnancy, all events of the menstrual cycle stop and there is no menstruation.
But in the absence of fertilization, എന്ത് ചെയ്യുന്നു, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നു, ആൻഡ് ദിസ് കോസസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദി എൻഡോമെട്രിയം leading to menstruation, making a new cycle. അത്രയേ ഉള്ളൂ മെനസ്ട്രൽ സൈക്കിൾ. ഈ ഗ്രാഫിലേക്ക് നോക്കൂ. എന്താണിത്? പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഓഫ് വേരിയസ് ഇവൻറ്റ്സ് ഡ്യൂറിങ് എ മെൻസ്ട്രൽ സൈക്കിൾ. മനസ്സിലായില്ലേ? ഒരു മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതിൽ കൂടി എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇത് എക്സ് ആക്സസും ഇത് വൈ ആക്സസുമായി സങ്കല്പിച്ച് നോക്കും. ഇവിടെ മെനസ്ട്രേഷൻ 4 ഫേസാണ്. ഒന്ന് മെൻസ്ട്രൽ ഫേസ് 1 മുതൽ 5 വരെ അല്ലേ. ദെൻ ഫോളിക്കുലർ ഫേസ് 5-ന് ശേഷം ഏകദേശം 13 വരെ ഫോളിക്കുലർ ഫേസ്. ദെൻ ഇതൊന്നും എഴുതിയിട്ടില്ല, ഇത് 14-ാമത്തെ ദിവസം ഓവുലേറ്ററി ഫേസ്. അതിനുശേഷം ഉള്ള 28 ദിവസങ്ങളിൽ സെക്രട്ടറി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. നെക്സ്റ്റ് സൈക്കിൾ പിന്നെയും ആരംഭിക്കുന്നു. ഇനി വൈ ആക്സസിൽ നോക്കൂ, യൂട്രൈൻ ഇവൻസുകളാണ്. യൂട്രസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? എൻഡോമെട്രിയം ഗ്രോ ചെയ്യുന്നോ ഇല്ലയോ, അതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ദെൻ ഓവേറിയൻ ഹോർമോൺസുകളുടെ ലെവല്. നിങ്ങൾക്കറിയാം, ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അതിൻ്റെ ലെവൽ നോക്കൂ, ഈസ്ട്രജൻ്റെ ലെവൽ നോക്കൂ, അതേപോലെ പ്രൊജസ്ട്രോണിൻ്റെ ലെവല്. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ വരയ്ക്കണം. ദെൻ ഓവറിൽ നടക്കുന്ന ഇവൻസുകൾ, ഇപ്പോൾ മെൻസ്ട്രേഷൻ നടക്കുന്ന ഫസ്റ്റ് ഫേസിൽ എന്ത് നടക്കുന്നു, ഫോളിക്കുലർ ഫേസിൽ എന്ത് നടക്കുന്നു, ഓവുലേറ്ററി ഫേസ് 14-ാമത്തെ ദിവസം എന്ത് നടക്കുന്നു, ഓവം ഫോം ചെയ്യുന്നു. അതിനല്ലേ നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഫോളിക്കുലർ, സെക്കൻഡറി ഫോളിക്കുലർ, ടെറസറി ഫോളിക്കുലർ, ഗ്രഫൈൻ ഫോളിക്കുലർ, അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്ത് ഓവുലേഷൻ നടക്കുന്നു 14-ാമത്തെ ദിവസം. ഈ 14-ാമത്തെ ദിവസമാണ് ഫെർട്ടിലിറ്റി നടക്കാനുള്ള സാധ്യതയുള്ള സമയം. ഓവം ഫോം ചെയ്യുന്ന ആ ഫേസിലാണ്. പിന്നെ കോർപ്പസ് ലൂട്ടിയം കണ്ടോ, ഫോം ചെയ്തു. ഇനിയും ഇത് റിഗ്രസ് ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥ. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ഇത് റിഗ്രസ് ചെയ്ത് വീണ്ടും നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ഫോം ചെയ്യും. ദെൻ പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസുകൾ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതിൻ്റെ ലെവല് ഓരോ ഫേസിലും എങ്ങനെയാണ് എന്ന് നോക്കുക. അതേപോലെ ലൂട്ടിനൈസിങ് ഹോർമോൺസ് അല്ലെങ്കിൽ LH, അത് കണ്ടില്ലേ, പീക്ക് ലെവലിലെത്തുന്നു 14-ാമത്തെ ദിവസം. കറക്റ്റ് 14-ാമത്തെ ദിവസം അത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ പീക്ക് ലെവലിലെത്തുന്നു. അതിന് നമ്മൾ പേജ് പറയും, ചിലപ്പോൾ LH സർജ്. ആ സമയത്താണ് ഓവുലേഷൻ നടക്കുന്നത് അല്ലേ. ഗ്രഫൈൻ ഫോളിക്കലിൽ നിന്ന് ഓവം റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ഓവുലേഷൻ നടക്കുന്നത് ആ ഒരു സർജ് ആയ സമയത്താണ്. അപ്പോൾ അത് ഇപ്പോൾ ഗ്രാഫ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. അതെല്ലാം എല്ലാം മെൻസ്ട്രൽ സൈക്കിളിലെ എല്ലാം നമുക്കിതിൽ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. 4 ഫേസ് നോക്കിയാൽ എഴുതാൻ പറ്റും. ലെവൽ ഓഫ് ഹോർമോൺസ് നോക്കിയാലും നമുക്ക് എഴുതാൻ പറ്റും. ഓവറിയൻ ഇവൻസ് നോക്കിയാലും നമുക്ക് എഴുതാനോ പറയാനോ പറ്റും. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ട് എല്ലാം നമുക്ക് പറയാൻ പറ്റും.